26 27 ലിറ്റർ പാല് ഡെയിലി കറക്കുന്നുണ്ട്. ഇത് എത്ര വരെ കറന്നിട്ടുണ്ട്? ഇത് 28 ലിറ്റർ ആണ് കറന്നത്. ഇപ്പോ ഏകദേശം 1 മാസവും 2 മാസം ആകാൻ 10 ദിവസം ഗ്യാപ്പേ ഉള്ളൂ. പ്രസവിച്ചിട്ട് ഒരു 1.5 മാസത്തോളം നിർത്തത്തുള്ളൂ. പാല് കൂടി കൊടുത്തിട്ട് പിന്നെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുട്ടിയത് ഇവിടെ നിർത്തുന്നില്ല. ഇതിപ്പോ കാണാം. ഇതിപ്പോ പ്രസവിച്ചിട്ട് ഒരു മാസവും 4 മാസം ഒരു മാസം ഒരു 10-20 ദിവസമായി ഈ കുട്ടി. അപ്പൊ നമ്മള് ഇപ്പൊ ഇത് സൈലേജ് ഒക്കെ കഴിക്കാൻ തുടങ്ങി. ഞാൻ മനസ്സിൽ കാണിച്ചു തരാം, തെളിവിന് കാണിച്ചാ നമുക്ക് നോക്കാലോ. കുട്ടികളെ നിങ്ങൾ അങ്ങനെ നിർത്താറില്ല അല്ലേ? ഇല്ല, നമ്മളെ ഈ സൈലേജ് ഒക്കെ കഴിക്കാൻ തുടങ്ങൂലേ, പുല്ല് കടിക്കുക, അങ്ങനെ സൈലേജ് ഒക്കെ കഴിക്കാൻ തുടങ്ങുമ്പോ നമ്മൾ ഈ കുട്ടികളെ വന്നിട്ട് മാറ്റി കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാം, അമ്മയെക്കാളും ഇതാ കുട്ടി സൈലേജ് സുഖ ഇപ്പൊ തന്നെ നന്നായി തിന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ടൈം ആവുമ്പോ നമ്മള് കർഷകർക്ക് തന്നെ ആവശ്യക്കാർ കൊടുക്കും. ഇതിലുള്ള സത്യാവസ്ഥ എന്താ ഞാൻ പറഞ്ഞുതരാം, അറിയുന്നവർക്ക് അറിയാം. ഇതിപ്പോ നമുക്ക് 1.5 മാസം 2 മാസം പാല് കൊടുക്കുകയാണെങ്കിൽ 7 രൂപ 8 രൂപ അടുത്ത് പാലിന് മാത്രം നമുക്ക് ചെലവ് വരുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് കൊടുക്കുന്നത് 4000 5000 ആർക്കെങ്കിലും കൊടുക്കും. നമ്മളെ നഷ്ടമാണ്. പക്ഷെ നമ്മളത് അങ്ങനെ അറിവിനോ അങ്ങനെ പ്രസവിച്ച ഉടനെ മാറ്റി കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. ഒരു വലുതാക്കി തരികയാണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും ചെയ്യും. ചേട്ടാ, ഈ 28 കിട്ടിയെന്ന് പറഞ്ഞ പശു എത്ര നാൾ വരെ ഇതേ അളവിൽ കിട്ടും? ഇതിപ്പോ ഇനിയിപ്പോ നമ്മൾ 4-ാം മാസത്തിലാണ് ഇത് ചെനക്ക് കുത്തിവെക്കുള്ളൂ. അതുവരെ ഇതിൽ വലിയ വേരിയേഷൻ വരാല്ല. 25-ന് താഴെ പോകത്തില്ല. അത് ഞാൻ 100% ഷുവറായിട്ട് പറയും. 4 മാസത്തിന് ശേഷം കുറച്ചായി കമ്മിയായി വരും. അപ്പോഴും ലാസ്റ്റ് 7-ാം മാസം ആകുമ്പോൾ ഈ പശു ഒരു 16 ലിറ്റർ 17 ലിറ്റർ പാൽ ഇതിലുണ്ടാവും, ഷുവറായിട്ടുണ്ടാവും. നമുക്ക് തെളിവാണ്, പല പശുക്കളും ഇതിൽ തെളിവുണ്ട്. നമുക്കിപ്പോ ഇതാ ഈ പശുവിനൊന്ന് നോക്കാം. ഈ പശു കടിഞ്ഞൂലിൽ ഞാൻ കൊണ്ടുവന്നതാണ്. എനിക്ക് വലുതായിട്ട് പാല് കിട്ടിയിട്ടൊന്നുമില്ല. 21 ലിറ്റർ ആയിരുന്നു കടിഞ്ഞൂലിൽ ഇതിന്റെ പാലുണ്ടായിരുന്നു. പക്ഷെ അത് 4 മാസം വരെ കറന്നു. 4 മാസത്തിന് ശേഷം നമ്മൾ കുത്തിവെച്ചു. വീണ്ടും 7 മാസത്തോളം ആയാലും 7-ാം മാസത്തിലും 14 ലിറ്റർ പാലാണ് ഈ പശു തന്നുകൊണ്ടിരുന്നത്. ഇതിപ്പോ നമ്മൾ ഏകദേശം പ്രസവം കഴിഞ്ഞാൽ 25-ൽ എബോ ആണ് നമ്മൾ ഷുവറായിട്ട് പ്രതീക്ഷിക്കുന്നത്. മടിസെറ്റ് അത്രയും ഉണ്ട്, അത്രയും നന്നായിട്ടുള്ള. ഇത് കറക്റ്റ് 1 മാസം ഇനി ടൈം ഉണ്ട്. 1 മാസം ആകുമ്പോഴത്തേനും മടി നന്നായി ഇറങ്ങും. 25-ന് ഞാനൊരു 30-ന്റെ ഉള്ളിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതൊക്കെ നമുക്കൊരു തെളിവാണ് എല്ലാ കാര്യങ്ങൾക്കും. 19 ലിറ്റർ ഫസ്റ്റ് ലാക്ടേഷനിൽ കിട്ടിയ മാടാണിത്. ഈ പശു വന്നിട്ട് ഫസ്റ്റ് ലാക്ടേഷനിൽ 19 ലിറ്റർ എനിക്ക് പാല് തന്നത് ഈ കാണുന്നത്. പക്ഷെ അത് ഇപ്പൊ 3 മാസത്തിന് മേലെ 3-4 മാസത്തോളം ആയി പ്രസവിച്ചിട്ട്. ഇപ്പൊ ആ പശുവിന്റെ പാല് 28 ആയിരുന്നു. ഇപ്പൊ ഒരു 26 ലിറ്റർ പാല് ഇപ്പൊ ഡെയിലി കറക്കുന്ന പശുവാണ്. 19 ലിറ്ററിന് നേരെ പോയത് 28 ലിറ്റർക്കാണ് 2-ാമത്തെ ലാക്ടേഷൻ. അത് നമ്മൾ കൊടുക്കുന്ന ഫുഡും നമ്മൾ നോക്കുന്ന ഇതും വെച്ചിട്ടാണ് ബാക്കി കിടക്കുന്നത്. ചിലവരെന്താന്ന് പറഞ്ഞാൽ ഏകദേശം 7 മാസം ചെനായിന്ന് പറഞ്ഞാൽ അഴിച്ചു വിട്ട് പുല്ല് മേക്കാൻ വിട്ട്, അപ്പൊ ചിലവ് അത്രയും ചുരുക്കും. ഞങ്ങൾ അങ്ങനെയല്ല, നല്ല ആ 2 മാസത്തിൽ നല്ല തീറ്റ കൊടുത്ത് ാണ് അതിനെ നോക്കുന്നത്. അപ്പൊ നമുക്ക് അത് റിസൾട്ട് പാലിലൂടെ തിരിച്ച് കിട്ടും പ്രസവം കഴിഞ്ഞാൽ.